പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയൊടി ബലിയർപ്പിക്കാം. സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. കർത്താവായ ദൈവമേ, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമായി അങ്ങയുടെ പുത്രനെ ലോകത്തിലേക്ക് അയക്കുകയും അവൻ വഴി കൃപയും സത്യവും പ്രാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കർത്താവും മഹാപുരോഹിതനുമായ ഈശോ മിശിഹ ഫലമേൽപ്പിച്ച ഈ ദിവ്യരഹസ്യങ്ങൾ യഥായോഗ്യം പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. യോഗ്യനാരൂഴിയിൽ നാഥ, നിന്റെ ഗേഹത്തിനുള്ളിൽ വസിക്കാം. യോഗ്യനാരൂഴിയിൽ നാഥ, നിന്റെ മുറ്റത്തു കാലുകൾ കുത്താം. യോഗ്യനാരൂഴിയിൽ നാഥ, മാലിന്യവിശാന്തമധ്യേ
പ്രവർത്തിച്ചിടുന്നു. മാലിന്യമീശാത്തമത്യൻ നീതി മാത്രം പ്രവർത്തിച്ചിടുന്നു. ആത്മാർത്ഥമായുള്ള സത്യം കൊണ്ട് ചിത്തം നിറയ്ക്കുന്ന മദ്യൻ. ആത്മാർത്ഥമായുള്ള സത്യം കൊണ്ട് ചിത്തം നിറയ്ക്കുന്ന മദ്യൻ. യോഗ്യനാരൂഴിയിൽ നാഥാ നിന്റെ ഗീതത്തിനുള്ളിൽ വസിക്കാം. യോഗ്യനാരൂഴിയിൽ നാഥാ നിന്റെ മുറ്റത്തു കാലുകൾ കുത്താം. യോഗ്യനാരൂഴിയിൽ നാഥാ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ. സർവജ്ഞനായ ഭരണകർത്താവും തൻ്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും.
afraid you will die. So the Lord said to me, they have made a wise request. I will send them a prophet like you from among their own people. I'll tell him what to say, and he will tell the people everything I command. He will speak in my name, and I'll punish anyone who refuses to obey him. But if any prophet dares to speak a message in my name, but when I did not command him to do so, he must die for it, and so must any prophet who speaks in the name of other gods. You may wonder how you can tell when a prophet's message does not come from the Lord. If the prophet speaks in the name of the Lord, and what he says does not come true, then this is not the Lord's message. That prophet has spoken in his own authority, and you are not to fear him. This is the word of the Lord. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നതെങ്കിലും ഉത്തമവും രക്ഷാകരവുമായ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ബോധ്യമുണ്ട്. നിങ്ങളുടെ പ്രവൃത്തികളും വിശുദ്ധർക്ക് നിങ്ങൾ ചെയ്യുന്നതും ചെയ്തതുമായ ശുശ്രൂഷയിലൂടെ തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും വിസ്മരിക്കാൻ മാത്രം നീതിരഹിതനല്ലല്ലോ ദൈവം. നിങ്ങളിൽ ഓരോരുത്തരും നിങ്ങളുടെ പ്രത്യാശയുടെ പൂർത്തീകരണത്തിനായി അവസാനം വരെ ഇതേ ഉത്സാഹം തന്നെ കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിരുത്സാഹരാകാതെ വിശ്വാസവും ദീർഘക്ഷമയും വഴി വാഗ്ദാനത്തിന്റെ അവകാശികളായ തീരവരെ അനുഗ്രഹിക്കുന്നവരാകണം നിങ്ങൾ. മനതാരി വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു രാജാവിൻ തിരുമുൻപിൽ കീർത്തന മധുവായി ഞാനതൊഴുക്കിടട്ടെ ഏറ്റമനുഗ്രഹപൂരിത കവിത തുലികൾ പോലെ നാവിപ്പോൾ ഹല്ലേലൂയ പാടിടുന്നേ ഹല്ലേലൂയ 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 പാടിടുന്നേ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് സർദാറിൽ നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷപ്രാപിക്കാനാണ്. അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നില്ല. വിശ്വസിക്കാത്തവനോ ദൈവത്തിൻ്റെ ഏകജാതൻ്റെ നാമത്തിൽ വിശ്വസിക്കായിക മൂലം നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാണ് ശിക്ഷാവിധി. പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു, കാരണം അവരുടെ പ്രവൃത്തികൾ തിന്മ നിറഞ്ഞതായിരുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ പ്രകാശത്തെ വെറുക്കുന്നു. അവൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടാതിരിക്കുന്നതിന് അവൻ വെളിച്ചത്ത് വരുന്നുമില്ല. സത്യം പ്രവർത്തിക്കുന്നവൻ വെളിച്ചത്തിലേക്ക് വരുന്നു. അങ്ങനെ തൻ്റെ പ്രവൃത്തികൾ ദൈവൈക്യത്തിൽ ചെയ്യുന്നവയെന്ന് വെളിപ്പെടുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 11 വർഷത്തെ സെമിനാരി ജീവിതത്തിൽ ഓർത്തെടുക്കുന്ന
ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഒരു കാര്യം ഇന്ന് പറഞ്ഞു തുടങ്ങാമെന്നാണ് വിചാരിക്കുക. സെമിനാരിലായിരിക്കുമ്പോൾ ഓരോ സെമിനാരിക്കാരനും ഓരോ ഓഫീസുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ചിലപ്പോൾ ഇൻഫർമറിയൻ, അതായത് രോഗികളെ നോക്കുന്നത്, അത് 3 മാസത്തേക്ക്, അല്ലെങ്കിൽ റിഫക്ടോറിയൻ, ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളുടെ ചാർജ്, അങ്ങനെ വിവിധ തരത്തിലുള്ള ഓഫീസുകൾ മാറി മാറി ചെയ്യുന്ന ഒരു രീതിയാണ്. ഇതിൽ റിഫക്ടോറിയൻ ആയിരുന്ന സമയത്ത് ഇതിനൊരു ഗുണമുള്ളത്, ഭക്ഷണത്തിൻ്റെ അവസാനമൊക്കെ എല്ലാവരും പോയി കഴിഞ്ഞാൽ പിന്നെ വല്ല സ്പെഷ്യലും ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാമെന്നുള്ളതാണ്. റിഫക്ടോറിയൻ ആയിരുന്ന സമയത്ത് റെക്ടറച്ചൻ്റെ ഗ്ലാസും പ്ലേറ്റും അതോടൊപ്പം തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടായിരുന്നു. അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കൈവഴുക്കി റെക്ടറച്ചന് ഉപയോഗിക്കുന്ന ഗ്ലാസ് നിലത്ത് വീണ് പൊട്ടി. സാധാരണ പ്ലേറ്റുകൾ നിലത്ത് വീഴുമ്പോൾ സെമിനാരിക്കാരന് അതിൻ്റേതായിട്ടുള്ള ശിക്ഷകളുണ്ട്. അത് കൂടുതൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ്. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആണെങ്കിലും നിലത്ത് വീണാൽ പിന്നീട് അതിൻ്റേതായിട്ടുള്ള ചെറിയ ശിക്ഷകളൊക്കെ തരും. ഇത് സ്റ്റീലിൻ്റെ പ്ലേറ്റ് അല്ല, അത് വസ്തിയായിരുന്നു. അത് നിലത്ത് വീണ് ഉടഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗൗരവത്തോടു കൂടി തന്നെ അത് നോക്കിക്കാണുമെന്ന് എനിക്കറിയാമായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നിനക്ക് റെക്ടറച്ചൻ്റെ കയ്യിൽ നിന്ന് കാര്യമായിട്ട് കിട്ടും. അങ്ങനെ ഓരോരുത്തരും അവരവരുടേതായിട്ടുള്ള രീതിയിൽ പറഞ്ഞു പേടിപ്പിച്ചു. ഇപ്പോൾ ഞാനും വലിയ ആശങ്കയിലായിരുന്നു. പ്ലേറ്റ് വേറെ അല്ലെങ്കിൽ ഗ്ലാസ് വേറെ വാങ്ങിക്കാവുന്നതാണ്, പക്ഷേ നമ്മളെക്കുറിച്ചുള്ള ഒരു അസസ്മെൻ്റ് എന്ന് പറയുന്നത് ശ്രദ്ധ കുറഞ്ഞു എന്നുള്ളതാണ്. അത് ദൈവവിളിയെ കൂടി ബാധിക്കാവുന്ന ഒരു കാര്യമാണ്. അങ്ങനെ വളരെ പേടിയോടും വിറയലോടും കൂടിയാണ് ഞാൻ റെക്ടറച്ചനെ സമീപിച്ചത്. റെക്ടറച്ചൻ വരുമ്പോൾ അത് അവതരിപ്പിക്കണം. അങ്ങനെ റെക്ടറച്ചൻ്റെ അടുത്ത് വിറയലോടെ പോയത് ഓർക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് അല്പമല്ല കാര്യമായിട്ടുള്ള പേടിയോടുകൂടി തന്നെ ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ എൻ്റെ പേടിയും വിറയിലൊക്കെ കണ്ട് റെക്ടറച്ചൻ പറഞ്ഞു, സാരമില്ല, അടുത്ത പ്രാവശ്യം ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ ഒരുപാട് പേടിയും വിറയിലോടും കൂടിയൊക്കെ സമീപിച്ചൊരു കാര്യം വളരെ സിമ്പിളായി കടന്നുപോയെങ്കിലും അത് ഇപ്പോഴും മനസ്സിലുണ്ട്. ഒരു വലിയ കരുണയും സ്നേഹവും ക്ഷമയുമാണ് അന്ന് റെക്ടറച്ചൻ കാണിച്ചത്. പലപ്പോഴും ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും പാപങ്ങൾ ചെയ്ത് അവൻ്റെ മുമ്പിൽ തിന്മ നിറഞ്ഞവരാകുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്നത് ദൈവത്തെക്കുറിച്ചുള്ള ഒരു ഭയമാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ശിക്ഷ തരുമെന്നുള്ള ഒരു ആവലാതി. പക്ഷെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം ഭൂമിയിലേക്ക് വന്നത് ആരെയും ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, മറിച്ച് രക്ഷിക്കാനാണ്. രക്ഷയുടെ ഒരു ദൈവത്തെക്കുറിച്ചാണ് പുതിയ നിയമത്തിൽ പൂർണ്ണമായും പറഞ്ഞു പോകുന്നത്. ഏകദേശം 73 പുസ്തകങ്ങൾ നമ്മുടെ ബൈബിളിലുണ്ടെങ്കിൽ അതിൽ 73 പുസ്തകങ്ങളും ഒരേ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ദൈവം നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ശിക്ഷാവിധി എന്താണെന്ന് കൃത്യമായി ഇന്നത്തെ സുവിശേഷത്തിൽ പറഞ്ഞു പോകുന്നുണ്ട്. പ്രകാശം ഭൂമിയിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു. അതാണ് യഥാർത്ഥത്തിൽ മനുഷ്യന് കിട്ടാവുന്ന ശിക്ഷാവിധി. അന്ധകാരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇരുട്ട് എന്ന് പറയുന്നത്, ഇറ്റ്സ് ദ ആബ്സെൻസ് ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അഭാവമാണ്. പ്രകാശമില്ലാത്ത അവസ്ഥയിലാണ് തിന്മകൾ കൂടുതലായി വർദ്ധിക്കുന്നത്. കൂടുതലായിട്ടുള്ള തിന്മകളൊക്കെ സംഭവിക്കുന്നതും രാത്രികളിലാണ്, ഇരുട്ടിലാണ്. അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിലെ ഇരുട്ടുകളിലാണ് പലപ്പോഴും പലതരത്തിലുള്ള തിന്മകൾ വ്യത്യസ്തമായി നമ്മളിപ്പോഴൊക്കെ മാധ്യമങ്ങളിലൊക്കെ കേൾക്കുന്ന തരത്തിലുള്ള തിന്മകൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഇരുട്ട് വന്ന് നിറയുമ്പോൾ, അതിൽ പ്രകാശമില്ലാത്ത ഒരു അവസ്ഥ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ തിന്മകൾ സംഭവിക്കുന്നു.
ഈ അന്ധകാരത്തിലേക്കാണ് യേശുനാഥൻ പിറന്നു വീഴുക. ജ്ഞാനപീഠം അവാർഡ് നേടിയ അക്കിത്തം എന്ന് പറയുന്ന കവിയുടെ മനോഹരമായ നമ്മൾ കേട്ടു താഴ്പ്പിച്ചിട്ടുള്ള 2 വരികളുണ്ട്. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസാണ് സുഖപ്രദം. പലപ്പോഴും പല മനുഷ്യരുമൊക്കെ ആഗ്രഹിക്കുന്നത് ഇതുപോലെയുള്ള തമസ്സുകളിൽ ജീവിക്കാനാണ്. കൂടുതൽ പ്രകാശത്തിലേക്ക് വരാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് മനുഷ്യരുണ്ട്. എന്തുകൊണ്ടാണ് നീ ധ്യാനത്തിൽ പൂർണ്ണമായി സംബന്ധിക്കാത്തത്, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയ്ക്ക് അണയാത്തതെന്നൊക്കെ ചിലപ്പോഴെങ്കിലും ചിലരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, ഞാനെങ്ങാനും നന്നായി പോയാലോ, നന്നായി പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ നല്ലതായി ജീവിക്കേണ്ടി വരില്ലേ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ കൂടുതൽ മാന്യനായി ജീവിക്കേണ്ടി വരില്ലേ എന്ന് പോലും ചോദിക്കുന്ന മനുഷ്യരുണ്ട്. എപ്പോഴും അന്ധകാരത്തിലായിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. ഇങ്ങനെയൊക്കെ പോയാൽ മതി, ഈ ഒരു അന്ധകാരത്തിൽ, ഈ ഒരു സുഖത്തിൽ പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അതുകൊണ്ടാണ് അക്കിത്തം പോലെയുള്ള കവികളൊക്കെ പറഞ്ഞു വെച്ചത്, അന്ധകാരമാണ് ഇഷ്ടമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ടെന്ന്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഓരോരുത്തരും ആയിരിക്കുമ്പോൾ നമ്മെ തന്നെ പരിശോധിക്കേണ്ടത് അനിവാര്യമാണ്. എൻ്റെ ജീവിതത്തിൽ എന്തുമാത്രം ഇരുട്ടുകളുണ്ട്, ഈ ഇരുട്ടിലേക്ക് ദൈവത്തെ കൂടുതൽ ക്ഷണിക്കാനാണ് ഈശോ നമ്മൾ ഓരോരുത്തരെയും ആഗ്രഹിക്കുന്നത്. നമ്മുടെയൊക്കെ ചുറ്റിലും പ്രകാശമുണ്ട്, പ്രകാശത്തിൻ്റെ ആവരണം നമ്മുടെയൊക്കെ ചുറ്റിലുമുണ്ട്, പ്രകാശത്തിൻ്റെ മനുഷ്യരുമുണ്ട്. പക്ഷെ ഞാൻ എന്തുമാത്രം ആ പ്രകാശത്തിൻ്റെ അടുത്തേക്ക് വരുന്നു എന്നതിനെ ആശ്രയിച്ചാണ് എനിക്ക് പ്രകാശം ലഭിക്കുക. ഒരു തിരി മനോഹരമായി കത്തുമ്പോൾ അതിലേക്ക് അടുത്തു വരുമ്പോൾ നമുക്ക് കൂടുതൽ പ്രകാശം ലഭിക്കുന്നുണ്ട്. പക്ഷെ പുറംതിരിഞ്ഞ് ഓരോ ചുവടും മുന്നോട്ട് നടക്കുമ്പോൾ നമ്മുടെ പിറകിലുള്ള പ്രകാശം നമ്മളിൽ നിന്ന് അകന്നു പോവുകയാണ്. നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ ഇരുട്ടാകുന്നു. നിന്റെ ജീവിതത്തിൽ പ്രകാശമാകുന്ന മനുഷ്യരുടെ മുമ്പിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ദൈവമാകുന്ന പ്രകാശത്തിൽ നിന്ന് നീ അകന്നു പോകുമ്പോൾ ഒക്കെ സംഭവിക്കുന്നത് കൂടുതൽ നമ്മൾ ഇരുട്ടുകളിലേക്ക് പ്രവേശിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. മംഗലപ്പുഴ സെമിനാരിയിൽ വലിയൊരു ലൈബ്രറി ഉണ്ട്. 3 നില ഉള്ള ഒരു വലിയ പടുകൂറ്റൻ ലൈബ്രറി. പലപ്പോഴും പല റിസർച്ചുകളൊക്കെ നടത്താനും അതോടൊപ്പം തന്നെ ദൈവശാസ്ത്രത്തെ പറ്റിയുള്ള കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇപ്പോഴും അവിടെ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്, പല ഭാഷകളിൽ, ഹീബ്രുവിലും ലാറ്റിനിലും ഇറ്റാലിയനിലും ഒക്കെ. ആ ലൈബ്രറിയിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ഒരു പ്രാവശ്യം ശ്രദ്ധിച്ച ഒരു കൊച്ചു പുസ്തകമുണ്ട്, സമ്പൂർണ്ണ ബൈബിൾ. സമ്പൂർണ്ണ ബൈബിൾ എന്ന് പറയുന്നത് നോക്കിയപ്പോൾ അതൊരു ബൈബിളല്ല, ചെറിയൊരു പുസ്തകമാണ്. ഏതാനും പേജുകൾ മാത്രമുള്ള ഒരു പുസ്തകം. നമ്മുടെ POC ബൈബിളിന് ഏകദേശം 1250ഓളം പേജുകളുണ്ട്. പക്ഷേ ഈ ഒരു കൊച്ചു പുസ്തകത്തിലാകെ 20ഓ 28ഓ പേജുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആകാംക്ഷയോടുകൂടി അത് മറച്ചു നോക്കിയപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് ഞാൻ കണ്ടു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ദൈവം അത്രമാത്രം സ്നേഹിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം. അങ്ങനെ ആ വാക്യം കണ്ട് അടുത്ത പേജ് മറച്ചു നോക്കിയപ്പോൾ അത് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, അതേ വാചകം തന്നെ. പിന്നീട് മറച്ച് നോക്കുമ്പോൾ ലാറ്റിനിലും ഇറ്റാലിയനിലും അതേ സെൻറ്റൻസ് മാത്രം എഴുതിപ്പോയേക്കുന്നു. അതിൻ്റെ അർത്ഥം ഇത്രയും മാത്രമേ ഉള്ളൂ, 73 പുസ്തകങ്ങളിലും ദൈവം പറയാൻ ആഗ്രഹിക്കുന്ന, ഈ ബൈബിളിൽ മൊത്തം നമ്മളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ വചനം മാത്രമേ ഉള്ളൂ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്. അതാണ് യഥാർത്ഥത്തിൽ സമ്പൂർണ്ണമായ ബൈബിൾ. നമ്മെ ഓരോരുത്തരെയും രക്ഷിക്കാൻ വേണ്ടി ദൈവം നമ്മെ ഓരോരുത്തരെയും നമുക്ക് വേണ്ടി നമ്മെ ഒരുപാട് സ്നേഹിച്ചു എന്ന ഒറ്റ വചനമാണ് ബൈബിളിൻ്റെ കാതൽ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു കൊച്ചു പുസ്തകം കാണാനിടയായത്. 2020 ക്രിസ്മസ് സന്ദേശമായി ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വച്ചത്, ക്രിസ്തു എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹകാവ്യമാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണതയുടെ ഒരു അടയാളമാണ് യേശു ക്രിസ്തു എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു വച്ചത്. ദൈവം ഒരു കാവ്യം രചിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും മനോഹാരിതയോടുകൂടി രചിച്ച കാവ്യമാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെയാണ് ദൈവം നമുക്കായി നൽകിയത്. തൻ്റെ ഏകപുത്രനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചുവെന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വചനമാണ്
ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുക. നമ്മളൊക്കെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്. സ്നേഹത്തിൻ്റെ ഓരോ യാത്രകളും എത്തിച്ചേരേണ്ടത് ക്രിസ്തുവിൽ മാത്രമാണ്. പലതരത്തിലുള്ള സ്നേഹങ്ങൾ പലരും വെച്ച് നീട്ടിയേക്കാം. അത് ഭർത്താവിൻ്റെ സ്നേഹമായിരിക്കാം, ഭാര്യയുടെ സ്നേഹമായിരിക്കാം, കാമുകൻ്റെയോ കാമുകിയെയോ മക്കളുടെയോ, അങ്ങനെ ഒരുപാട് സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരൊക്കെ ഏറ്റവും അവസാനം എത്തിച്ചേരേണ്ട യാത്രയുടെ പരമോന്നത സ്ഥാനമാണ് ക്രിസ്തു. അത്രമാത്രം സ്നേഹിക്കുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യരായിട്ടാണ് നമ്മളൊക്കെ അറിയപ്പെടുക. ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരൊന്നും എല്ലാവരും തന്നെ യേശുവിൻ്റെ രക്ഷയുടെ പ്രവാഹത്തിലേക്കൊന്നും കടന്നു വരുന്നില്ല. സുവിശേഷത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, ഒരുപാട് വ്യക്തികൾ അവനെ കാണുന്നുണ്ട്, അവൻ്റെ ഒപ്പം യാത്ര ചെയ്തിട്ടുണ്ട്, അവൻ്റെ ശിഷ്യരായിരുന്നിട്ടുണ്ട്. പക്ഷേ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നവരെല്ലാവരും ഈ ഒരു രക്ഷയുടെ പ്രവാഹത്തിലേക്ക് വന്നു ചേർന്നോ എന്നുള്ളത് സംശയമാണ്. അതുകൊണ്ടാണ് ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ ധനികനായ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, രക്ഷ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ ക്രിസ്തു പറയുന്നത്, നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് ദാനം ചെയ്യുക. അപ്പോൾ അവൻ സങ്കടത്തോടെ തിരിച്ചുപോയി എന്നാണ് പറയുക. രക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുമ്പിൽ വരുന്നവരെല്ലാവരും ഈ ഒരു പ്രവാഹത്തിലേക്ക് വരുന്നില്ല. അവനെ നെഞ്ചിലേറ്റി അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രവാഹം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുന്നവർക്ക് മാത്രമേ യേശുവിൻ്റെ രക്ഷ കരഗതമാകുന്നുള്ളൂ. വിശുദ്ധ കുർബാനയ്ക്കും മറ്റു ഭക്താനുഷ്ഠാനങ്ങൾക്കും വന്നതുകൊണ്ട് മാത്രം നീ ക്രിസ്തുവിനെ അനുഭവിക്കണമെന്നില്ല. ക്രിസ്തുവിൻ്റെ സ്നേഹം നിൻ്റെ ഹൃദയത്തിൽ നെഞ്ചിലേറ്റി അത് ഒരു വലിയ പ്രവാഹമായി മറ്റുള്ളവരിലേക്ക് ഒഴുക്കുന്ന ഒരു വ്യക്തിയായി മാറുമ്പോൾ മാത്രമേ നീ രക്ഷയിലേക്ക് കടന്നു വരുന്നുള്ളൂ. അതാണ് യഥാർത്ഥത്തിൽ രക്ഷ എന്ന് ക്രിസ്തു നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്. രക്ഷയുടെ മാനദണ്ഡം എന്ന് പറയുന്നത് വിശ്വാസമാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ വചനത്തിൽ തന്നെ പറയുന്നത്, വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതിരിക്കാൻ. അതുകൊണ്ടാണ് വിശ്വാസം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വിശ്വാസം എപ്പോഴും മുന്നോട്ട് പോകുന്നത് ദൈവത്തിലുള്ള സ്നേഹം കൊണ്ടുകൂടിയാണ്. മറ്റുള്ളവരോടും ദൈവത്തോടുമുള്ള നിൻ്റെ സ്നേഹം കൊണ്ടാണ് നിനക്ക് വിശ്വാസത്തെ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുമ്പോൾ നിൻ്റെ വിശ്വാസം നിർജീവമാണ് എന്ന് യാക്കോബ് ശ്ലീഹ പറയുന്നതിൻ്റെ അർത്ഥവും ഇതുതന്നെയാണ്. മനുഷ്യരോടുള്ള സ്നേഹം കൊണ്ട് മാത്രമേ നിൻ്റെ വിശ്വാസത്തെ ചലിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഈശോ നമ്മെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് നൽകലാണ്, മറ്റുള്ളവരിലേക്ക് കൊടുക്കാൻ. എൻ്റെ കയ്യിലുള്ളത് മറ്റുള്ളവന് കൊടുക്കാൻ, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ, എൻ്റെ സമയവും സാന്നിധ്യവും കഴിവുകളുമൊക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നൽകുമ്പോഴാണ് നിൻ്റെ സ്നേഹം അതിൻ്റെ പരിപൂർണതയിലെത്തുക. രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ചിന്ത അവസാനിപ്പിക്കാം. സുവിശേഷമെന്ന് പറയുന്നത് നിനക്ക് വേണ്ടിയാണ്. ലോകമെമ്പാടുമുള്ള മനുഷ്യർക്കാണ് എഴുതപ്പെട്ടിട്ടുള്ളതെങ്കിലും ക്രിസ്തു നിന്നോടുള്ള സ്നേഹത്തെ പ്രതി മാത്രം എഴുതിയിട്ടുള്ളതാണ്. നിന്നോടുള്ള വ്യക്തിപരമായ സ്നേഹം കൊണ്ടുള്ള വാക്യങ്ങളും വചനങ്ങളുമാണ് നമ്മുടെ സുവിശേഷത്തിൽ ഉൾച്ചേർന്നിരിക്കുക. രണ്ടാമതായി, ആത്മീയത എന്ന് പറയുന്നത് ഒരു മൂടുപടമായി, പ്രാർത്ഥന എപ്പോഴും ഒരു മുഖാവരണമായി മാത്രം ജീവിക്കുന്ന മനുഷ്യന് രക്ഷ എന്ന് പറയുന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. ആത്മീയതയുണ്ട്, പ്രാർത്ഥനയുണ്ട് എന്നൊക്കെ പലപ്പോഴും പറഞ്ഞ് മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് മൂടുപടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും രക്ഷ നിൻ്റെ ജീവിതത്തിൽ കരഗതമാക്കണമെങ്കിൽ നീ യേശുവിനെ സ്നേഹിക്കണം. യേശുവിൻ്റെ പ്രവാഹം നിൻ്റെ ജീവിതത്തിൽ കൊണ്ടു നടക്കണം. ഈ ഒരു സ്നേഹത്തിലേക്കാണ് ദൈവം നമ്മ ഓരോരുത്തരെയും ക്ഷണിക്കുക. യേശുവിൻ്റെ സജീവ സാന്നിധ്യത്തിന് വേണ്ടി ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ രക്ഷ എൻ്റെ ജീവിതത്തിൽ കരഗതമാക്കാനുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ദൈവം നമ്മ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. കർത്താവേ, ഞങ്ങളുടെ മേൽ
കൃപയുണ്ടാകണമേ. സകലനീതിയും പൂർത്തിയാക്കുവാനും യോഹന്നാനിൽ നിന്ന് മാംസം സ്വീകരിച്ച മിശിഹായുടെ കൽപ്പനകൾ വിശ്വസ്താപൂർവ്വം പാലിച്ചുകൊണ്ട് ജീവബന്ധത്തിന് പൂർണ്ണമായി കീഴ്വഴങ്ങുവാൻ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. യോർദാനിൽ നിന്ന് വെളിപ്പെടുത്തപ്പെട്ട നിത്യരഹസ്യത്തിന്റെ കൂട്ടായ്മയെ മാതൃകയാക്കി ക്രൈസ്തീയ ജീവിതം നയിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ നിമിഷം നമ്മുടെ ഓരോരുത്തരുടെയും സ്വകാര്യ നിയോഗങ്ങളും ആഗ്രഹങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, ലോകരക്ഷയ്ക്കായി മനുഷ്യനായി അവതരിക്കുകയും മാമോദീസ വഴി അങ്ങയുടെ മഹത്വം ഞങ്ങൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തുവല്ലോ. മാമോദീസായുടെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാനും അങ്ങേക്ക് സജീവ സാക്ഷ്യം വഹിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെയും നാഥനായ ദൈവം തൻ്റെ കൃപാ സമുദ്രത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കറ കഴുകിക്കളയട്ടെ. കർത്താവിന്റെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. മിശിഹാ കർത്താവിൻ തിരുനിണമിതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളണയുകനാം അഖിലരുമൊന്നായി സന്നിധിയിൽ മാനവനിരയോട് ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനുമതുപോലാത്മജന് ദിവ്യരുഹാക്യം സ്തുതിയെന്നും ദൈവാംബികയെയും മാർയൗസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലിയിൽ. സുതനുടെ പ്രേക്ഷിതരേ സർവരുമൊന്നായി പാടിയിടട്ടെ ആമേൻ ആമേൻ. മാർത്തോമായെയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിതിലോർത്തിടാ. നമ്മുടെ കൂടെ കർത്താവെന്നേക്കും
ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എഴുന്നേറ്റ് നിന്ന് നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കു മുമ്പുള്ള ആദ്യജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും പിതാവിനോടുകൂടെ ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടി നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്ലൈഹികവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിങ്ങളെ ശക്തരാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. മന്ത്രിമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയാശം നിങ്ങൾ പ്രാർത്ഥിക്കവേ. വിശ്വാസസ്നേഹികളും വിശ്വാസങ്ങളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തിൽ മരിച്ച് ഈ ലോകം വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവാൻ വിശാലഗതിയാൽ ഈ ബലി നമുക്ക് സാഹത്തിന് രക്ഷയ്ക്കും സ്വർഗ്ഗത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ എൻ്റെ സഹോദരരെ. ഈ കുർബാനന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരി, വിശ്വാസത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ. നമുക്കെല്ലാവർക്കും രണ്ടാമത്തെ വിശ്വാസത്തിലും കൂടെ കർത്താവിനെ നന്ദി പറയുകയും അടുത്ത വിളിച്ച് അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്യത്തോട് നിന്ന് അപേക്ഷിക്കുന്ന സുരക്ഷ അപേക്ഷിക്കുവാൻ ഭാരവാക്യമായ രക്ഷകൾ പ്രദർശനം ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തന്നെ മാധ്യസ്ഥമായി സമാധാന സമുദായം പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുതാഴ്ത്തി ജർമ്മ സർവ്വത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാന്തര ഭക്തിയുടെ കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമദം റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ
ഹൃദയ വികാര വിചാരങ്ങൾ ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അല്ലെങ്കിൽ ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവേന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായി നീക്ക് ഞങ്ങൾ ഓശാന ഗീതികൾ ആലപിക്കുന്നു. സ്തുതിഗീതകം കർത്താവായ ദൈവമേ, ഹൃദയങ്ങളിൽ തവ കീർത്തനം ബലവാനായ ദൈവമേ. അധരങ്ങളിൽ സ്തുതിഗീതകം കർത്താവായ ദൈവമേ, ഹൃദയങ്ങളിൽ തവ കീർത്തനം ബലവാനായ ദൈവമേ. ഹോശാന 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 ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശനും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് പരിപൂർണ മനുഷ്യനായി കന്യകാമറിയത്തിൽ നിന്ന് ജാതനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു:
ഇത് പാപമോചനത്തിനാ നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനാ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായി ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമയിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ മാർ ബോസ്കോ പിതാവിന് വേണ്ടിയും പരിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനും വേണ്ടിയും പുരോഹിതന്മാർ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ, വചന പ്രഘോഷകർ, മിഷണറിമാർ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും മാനസികവും ശാരീരികവുമായ രോഗങ്ങളാൽ വേദന അനുഭവിക്കുന്ന നാനാജാതി മതസ്ഥരായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തു നിൽക്കുന്ന ഈ ദൈവ സമൂഹത്തിന് വേണ്ടിയും ഇവിടെ ഓരോരുത്തരുടെയും ഇന്നത്തെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ, ആരെല്ലാം ഞങ്ങളോട് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാവർക്കും വേണ്ടിയും, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയും, ഞങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും, ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും, ഞങ്ങളോട് വിരോധമുള്ളവർക്ക് വേണ്ടിയും, ഞങ്ങൾക്ക് വെറുപ്പുള്ളവർക്ക് വേണ്ടിയും, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർക്ക് വേണ്ടിയും, വിവാഹപ്രായമെത്തിയിട്ടും വിവാഹത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്ത യുവതി യുവാക്കൾക്ക് വേണ്ടിയും, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് ജീവിതം നശിപ്പിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയും, കുഞ്ഞുമക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയും, മാതാപിതാക്കൾ നഷ്ടപ്പെട്ട മക്കൾക്ക് വേണ്ടിയും, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടിയും, എല്ലാ ഗർഭിണികൾക്കും വിധവകൾക്കും ഏകസ്ഥർക്കും വേണ്ടിയും, അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോ ശക്തിയേകി നയിക്കണേ. സ്നേഹന്മാരിൽ നിറഞ്ഞപ്പോൾ ശക്തിയേകി നയിക്കണേ. നിങ്ങൾ ശബ്ദരായി യാതൊരു പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ.
പിതാവേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. അങ്ങയുടെ ദാസരുടെ കൃപാനയിലും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഈ തിരുശരീര രക്തങ്ങൾ ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിനാദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേ എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ കാരുണ്യത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, അങ്ങയുടെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേയ്ക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും ഇത് ഭക്ഷിക്കുന്നവർ നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. നമ്മുടെ കർത്താവേ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷയുടെ അമൂല്യമായ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും മുഖ്യാന് സമീപിക്കാം. അറുപത്തിനെ അല്ലാതെ ബന്ധിച്ചുകൊണ്ടും പാവളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരനെ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സ്വാതന്ത്ര്യദാതനായ ദൈവത്തോട് കൃപയും ഭാവനയും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഉദ്ദേശത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. സ്വീകരിക്കുകയും വസ്താമാവനാൽ പങ്കുവയ്ക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കൂടെ ദിവരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശരീരങ്ങളുടെ ഏർപ്പിനും ആത്മാവിനെ രക്ഷിക്കുകയും കാരണമാകട്ടെ. നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശ്വാസത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന പ്രാർത്ഥനയോടെ നമുക്ക് എഴുന്നേറ്റ് നിന്ന് യേശു പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും
എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിന് ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുമേ. വരുവിൻ, നമുക്കൊന്നു ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ വംശത്തെയും ലോകം മുഴുവനെയും ദുഷ്ടാരൂപിയിൽ നിന്ന് മോചിക്കുകയും തന്റെ ശരീരരക്തങ്ങളാകുന്ന സ്വർഗീയ ദാനം നമ്മുടെ കടങ്ങളുടെ പൊറുതിക്കായി നൽകുകയും ചെയ്തു. നമുക്കെല്ലാവർക്കും അവിടുത്തോടു കൂടി ആയിരിക്കുകയും കർത്താവിനെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സർവ്വ വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ ഞങ്ങളെ ക്ഷണിക്കുന്നു. മുൾമൊഴിയണിഞ്ഞും കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളിൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ. സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ. ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം. അതിൻ പേരല്ലോ സഹനം. മുൾമൊഴി അണിഞ്ഞും കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകൾ എൻ മുഖത്തെങ്ങും വിങ്ങുന്ന നൊമ്പരമേകി.
മുൾമൂടി അണിഞ്ഞും കൊണ്ടേശു എൻ മുഖത്തൊരു മുത്തം നൽകി. മുന്നുകൾ നിൻ മുഖത്തിൻ വിങ്ങുന്ന നൊമ്പരമേകി. സഹനത്തിൻ വീണകളെല്ലാം നിശബ്ദയായി ഞാൻ കരഞ്ഞു. ആ നേരമീശോനാഥൻ സാന്ത്വനവചനങ്ങൾ മൊഴിഞ്ഞു. ഇന്നത്തെ സഹനങ്ങളിൽ നാളെ നിൻ മഹത്വമായി മാറും. ഇന്നത്തെ വേദനയെല്ലാം നാളെ നിൻ ആനന്ദമാകും. നാളെ നിൻ ആനന്ദമാകും. മുൾമൂടി അണിഞ്ഞും കൊണ്ടേശു എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകൾ എൻ മുഖത്തിൻ വിങ്ങുന്ന നൊമ്പരമേകി. സ്നേഹത്തോടെകിയ മുത്തം വേദനയായി മാറിയപ്പോൾ. സ്നേഹത്തോടെകിയ മുത്തം വേദനയായി മാറിയപ്പോൾ. ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ. അതിൻ പേരല്ലോ സഹനം. അതിൻ പേരല്ലോ സഹനം. മുൾമൂടി അണിഞ്ഞും കൊണ്ടേശു എൻ മുഖത്തൊരു മുത്തം നൽകി. മുള്ളുകളിൻ മുഖത്തിൻ വിങ്ങുന്ന നൊമ്പരമേകി. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം ശുദ്ധവും പരിശുദ്ധവും ജീവദായക ദൈവരഹസ്യങ്ങളെ സമീപിച്ച് ഉയർന്നതിന് യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ സ്തുതിക്കുന്നതിനെ സമർപ്പിക്കാം. കൗനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, മാമോദീസ വഴി ഞങ്ങളുടെ മനുഷ്യ പ്രകൃതിയെ നവീകരിക്കുകയും രക്ഷയുടെ മാർഗം വെളിപ്പെടുത്തുകയും ചെയ്ത അങ്ങേ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജലത്താലും ആത്മാവിനാലും ഞങ്ങളെ ദൈവമക്കളും മിശിഹായുടെ കൂട്ടവകാശികളുമാക്കി തീർക്കുകയും അവിടുത്തെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുകാരാക്കുകയും ചെയ്തുവല്ലോ.
മിശിഹായുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്യം. ഞങ്ങളുടെ രക്ഷകനും കർത്താവുമായ മിശിഹായെ, മാമോദീസായിലൂടെ അങ്ങ് ഞങ്ങളുടെ പാപക്കറകൾ കഴുകുകയും ആത്മാവിനാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തുവല്ലോ. ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകാരാക്കി ദൈവീക ജീവനിൽ ഞങ്ങളെ വളർത്തുന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ദൈവമേ, ഞങ്ങളീ പൂജയാലേ നിൻ ദിവ്യനാമം കീർത്തിച്ചു. വരവും പ്രകാശവും ജീവനും കനിവാർന്നു ഞങ്ങൾക്കു നൽകണേ. ദൈവത്തിൻ ജനമേ, ഈ പൂജയെന്നും നമ്മിൽ പ്രസാദം ചൊരിഞ്ഞിടട്ടെ. നാം ഇന്നിറങ്ങുന്ന വീതിയിൽ വിജയം തെളിഞ്ഞു വിരിഞ്ഞിടട്ടെ. താതനും പുത്രനും ദൈവാത്മാവും സന്തതം നമ്മിൽ വസിച്ചിടട്ടെ. സ്വർഗീയദാനം പൊഴിഞ്ഞിടട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. നിന്നിൽ ഞാൻ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പൂർത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ നിനക്കറിഞ്ഞുകൂടാ. നിത്യപുരോഹിതനായ ഈശോ, അങ്ങേദാസരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പറിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും അങ്ങയോടുകൂടിയായിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചെറുക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിന് വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിലത്തെ സൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, വൈദികരുടെ രാജ്ഞിയായ മറിയമേ, വിശുദ്ധ അൽഫോൻസാമേ, തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. അറിയിപ്പുകൾക്കായി നമുക്കിരിക്കാം. കഴിഞ്ഞ ആഴ്ചത്തെ സ്തോത്ര കാഴ്ച ഫസ്റ്റ് കളക്ഷൻ $285, സെക്കൻഡ് കളക്ഷൻ $175. വരുന്ന വ്യാഴാഴ്ച ഫെബ്രുവരി 4 കാറ്റഗിസം ടീച്ചേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് ഹെഡ്മാസ്റ്ററായ തോമസ് ചാക്കോയുടെ ഭവനത്തിൽ വെച്ച് നടത്തപ്പെടുന്നു. ഫെബ്രുവരി 4 വ്യാഴാഴ്ച വൈകിട്ട് 6:30 ആ മീറ്റിംഗ് ആരംഭിക്കുക. വരുന്ന അധ്യയന വർഷത്തിൻ്റെ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയുള്ള മീറ്റിങ്ങിൽ എല്ലാ അധ്യാപകരും വേദോപദേശ അധ്യാപകരും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ ദിവസങ്ങളിൽ നമ്മൾ നമ്മുടെ റജി വർഗീസിൻ്റെ സഹോദരൻ അജി വർഗീസിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അറിയിച്ചതിനനുസരിച്ച് ICUവിൽ നിന്ന് വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ
മുഴുവനായി റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയിട്ടില്ല. നമ്മുടെ പ്രാർത്ഥനകൾ ഇനിയും ഉണ്ടാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ കൂടുതലായി ജി വർഗീസിന് വേണ്ടി പ്രാർത്ഥിക്കാം.